എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ നാമി ഷോക്കാവും. നീ എന്താ ഈ പറയണേ? 4 എംബറേഴ്സ് അവരെ കൊല്ലാനോ? ലൂഫി, നീ ആവശ്യമില്ലാതെ അവൻ പറയുന്നത് കേട്ട് അവൻ്റെ കൂടെ നിൽക്കരുത്. ഇത് നിസ്സാര കളിയല്ല. പക്ഷെ ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഒരു പടി പോലും പുറകോട്ട് പോകില്ല. അവൻ പറയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരായിട്ട് ഏറ്റുമുട്ടാൻ പോവല്ല. ഒരുപാട് പ്ലാനിങ്സ്, സ്ട്രാറ്റജി, ഇതിലൂടെ ഒക്കെയാണ് നമ്മൾ അവരെ നേരിടുക. നീ ഓക്കെ ആണെങ്കിൽ പറ, നമുക്ക് രണ്ടുപേർക്കും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ലൂഫി ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കില്ല. അവൻ സിമ്പിൾ ആയിട്ട് പറയും ഞാൻ റെഡിയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ഉസോപ്പിനാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. യു ആർ അൺബിലീവബിൾ. നീ എന്താ ഈ പറയണേ? 4 എംബറേഴ്സിനെ നിങ്ങൾ രണ്ടുപേരും ചേർത്ത് തോൽപ്പിക്കാനോ? അതൊന്നും തീർച്ചയായിട്ടും നടക്കില്ല. നമ്മളിപ്പോ ഈ ന്യൂ വേൾഡിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പാടില്ല. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ അപ്പോഴും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. അവനാണെങ്കിൽ ആകെയുള്ള ചോപ്പറിന്റെ ബോഡി അതെടുത്ത് ഉയർത്തി കാണിക്കും. ആദ്യം ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്ക്, അല്ലെങ്കിൽ ഇവന്റെ ജീവൻ നഷ്ടാവും. അഞ്ചിയുടെ ബോഡിയിലുള്ള ചോപ്പർ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഓ മൈ ഗോഡ്, എന്റെ ബോഡി അത് ഇത്രയും വീക്കായും ചിന്തിച്ച് അവൻ ഓടി വരും. റോബിൻ ഇവിടെ ലൂഫിക്ക് സപ്പോർട്ടാണ്. പക്ഷെ അവൾക്ക് അപ്പോഴും വലിയൊരു സംശയമുണ്ട്. കാരണം ട്രഫാൽഗർ ലോ ഒരു പൈററ്റാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ട്രഫാൽഗർ ലോ അവൻ നമ്മളെ ചതിക്കോ? ലൂഫി അതേ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ട്രഫാൽഗർ ലോയോട് ചോദിക്കും. അതിനവൻ ക്യാഷ്വലായിട്ട് പറയും, ഏയ് ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും ഈ കാര്യത്തിൽ വിശ്വസിക്കാം. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവന്റെ ടീമിനെ നോക്കും. ആക്ച്വലി ഇത്രയും പവർഫുൾ ആയ നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോ ഞാനതിനെ പേടിക്കണം? നിങ്ങളെ വിഡ്ഢികളാക്കി ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചക്കൻ ഈസി ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യും. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ട്രഫാൽഗർ ലോ എല്ലാവരുടെയും ബോഡിയും അവരുടെ സോളും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവരവരുടെ ബോഡിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കും. പക്ഷെ ചോപ്പറിനും ഫ്രാങ്കിക്കും അവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. കാരണം അവരുടെ രണ്ടുപേരുടെയും ബോഡി അത് വല്ലാതെ വീക്കായിരിക്കുകയാണ്. അവരൊന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പരസ്പരം പൊരിഞ്ഞ അടിയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് നാമിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. കാരണം നാമിയുടെ ബോഡിയായിട്ട് സാഞ്ചി അവൻ സാമുറായുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. സോ അവൾക്ക് മാത്രം ഇപ്പോഴും അവളുടെ ബോഡി തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ വിതുമ്പും. അവളുടെ വിതുമ്പലും വിഷമമൊക്കെ കണ്ട് ലൂഫിക്കാണെങ്കിൽ അവന്റെ ചിരി അടക്കാൻ കഴിയില്ല. അവൻ നാമിയെ നോക്കി പൊട്ടിച്ചിരിക്കും. പ്ലീസ് എന്നെ നോർമൽ ആക്കാൻ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ട്രഫാൽഗർ ലോയുടെ കാലിൽ വീഴും. അതിനവൻ പറയും എന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ ബോഡി അതിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ നോർമലാക്കാൻ പറ്റൂ. മറ്റൊരു ഭാഗത്ത് ലൂഫിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ നോർമലാക്കണം. ഉടനെ ട്രഫാൽഗർ ലോ അവനാണെങ്കിൽ ആ മാസ്റ്റർ വില്ലൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരുന്ന ടാബ്ലറ്റ്സിനെ കുറിച്ചും അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും നമ്മുടെ ആൾക്കാരോട് പറയും. ചോപ്പർ ആണെങ്കിൽ ഓൾറെഡി അത് കണ്ടെത്തി കഴിഞ്ഞു. അവൻ പറയും എത്രയും വേഗം ഇതിന്റെ കൊടുത്ത് അവരെ നോർമലാക്കി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടു ചെല്ലണം. ട്രഫാൽഗർ ലോ പറയും ആക്ച്വലി ഇത് ഗവൺമെന്റിന്റെ ഒരു മിഷനാണ്, ജയന്റ് ആയിട്ടുള്ള മിലിറ്ററി സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നത്. സീസറിനാണെങ്കിൽ വാശിയായിരുന്നു ആ ഒരു മിഷൻ അത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവനായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എല്ലാം തട്ടിക്കൊണ്ടുവന്ന് അവൻ എന്റെ പരീക്ഷണത്തിന് വിധേയരാക്കിയത്. ലൂഫിക്കും നാമിക്കും ചോപ്പറിനും അവർക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ അവർ നോർമലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ലൂഫി ട്രഫാൽഗർ ലോയോട് സഹായം ചോദിക്കും. അവന് അതിനെ എതിർക്കാനായിട്ട് കഴിയില്ല. വേറെ വഴിയില്ലാതെ അവനും അതിന് സമ്മതിക്കും. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചോപ്പറിന്റെ സഹായം ആവശ്യമാണ്. കാരണം സീസർ എന്തൊക്കെയാണ് അവന്റെ എക്സ്പെരിമെന്റിലൂടെ ചെയ്തു വെച്ചതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ചോപ്പർ കൂടെ വേണം. ഉസോപ്പ് ആണെങ്കിൽ ചോപ്പറിന് തൂക്കിയെടുത്ത് ട്രഫാൽഗർ ലോയുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കും. കട്ട് ചെയ്ത അയണിങ് സെറ്റ് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയ ഡോറ് അത് സെന്റോസ് എല്ലാവരും ചേർന്ന് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു സെന്റോർ ആണെങ്കിൽ ആ ഡോർ തുറന്ന് അകത്തേക്ക് പോവും. അല്പസമയം കഴിയുമ്പോഴേക്കും അവൻ നിലവിളിച്ച് താഴേക്ക് വീഴും. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും പേടിച്ചകത്തേക്ക് നോക്കുമ്പോൾ 2 കണ്ണുകൾ അതങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ട് അവര് സ്തംഭിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ട്രഫാൽഗർ ലോ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡിൽ വലിയൊരു കയറൊക്കെ ചുറ്റി സ്ട്രോങ് ആക്കും. അതിനുശേഷം ചോപ്പറിനെ തലയിൽ നിന്നെടുത്ത് ഇപ്പൊ ഒരു ബാഗിലാക്കി സേഫ് ആക്കി വെക്കും. അവൻ നമ്മുടെ ആൾക്കാരോട് പറയും നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ആ സീസർ അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അവൻ നിങ്ങളെയും C5-ലുള്ള നേവിക്കാരെയും കൊല്ലാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കണം. അതിനുവേണ്ടി അവൻ ഏതറ്റം വരെ പോവും. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവനവന്റെ എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ജയിൽ ചാടി വർഷങ്ങൾക്ക് മുൻപ് ആരുടെയൊക്കെയോ സഹായത്തിൽ എവിടേക്ക് വന്നത്. അവനിപ്പോ സേഫ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഇതാണ്. മാത്രമല്ല
അവൻ ഗ്യാസ് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ട് തന്നെ അവന് ഒരുപാട് എബിലിറ്റിയും പവറൊക്കെ ഉണ്ട്. അവന് 300 മില്യൺ ബെറീസ് ഉണ്ട്. ആർക്കൊക്കെ ഹോക്കി പവർ ഇല്ല അവരെല്ലാവരും അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കരുതും പോലെ വെറും ഒരു സയന്റിസ്റ്റ് അല്ല, എല്ലാവരെയും തന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ കൊല്ലുന്ന ഒരു ക്രിമിനലാണവൻ. ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ഒരുപാട് പേടിയാവും. നമ്മുടെ ആൾക്കാർക്കിടയിൽ സാഞ്ചിക്കും സോറയ്ക്കും ലൂഫിക്കും പിന്നെ ട്രഫാർഗറിലോ അവനും ഇവർക്ക് 4 പേർക്കുമാണ് ഹോക്കി പവർ അത് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ട്രഫാർഗറിലോ പറയും, ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിനു മുൻപ് ആ സീസർ അവനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യണം. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അപ്പോഴും അവന്റെ കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവില്ല. നമ്മൾ എന്തിനാ അവനെ ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യണേ? പണത്തിന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ? അതിന് ട്രഫാർഗറിലോ നമ്മൾ അവനെ അടിച്ചു മാറ്റുന്നത് പണത്തിന് വേണ്ടിയല്ല, വലിയൊരു പ്രോബ്ലം അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സേഫായി പോയി അവനെ കിഡ്നാപ്പ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഓരോ മൂമെന്റും വളരെ ശ്രദ്ധിച്ചു വേണം. അവൻ ഒട്ടും നിസ്സാരക്കാരനല്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. സീസറെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അത് നമുക്ക് തുടങ്ങാൻ കഴിയൂ. സോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. മുൻപോട്ടേക്ക് വെച്ച കാലം മുൻപോട്ടേക്ക് തന്നെ പോയേ പറ്റൂ. ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ്. ലൂഫി ആണെങ്കിൽ മറുത്തൊന്നും ചിന്തിക്കാതെ സിമ്പിളായിട്ട് പറയും, ഒന്നുമില്ല, ഞങ്ങള് ഇതിന് റെഡിയാണ്. ഇത് കേട്ട് ട്രഫാർഗറിലോയ്ക്കും ഡബിൾ ഹാപ്പി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ മൂമെന്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. കട്ട് ചെയ്ത ആ സീസർ വില്ലന്റെ ലബോറട്ടറിയുടെ ഫ്രണ്ട് സൈഡ് കാണിക്കും. അവിടെയാണെങ്കിൽ വില്ലന്റെ അസിസ്റ്റൻസും T5 സോൾജേഴ്സും ചേർന്ന് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വില്ലന്മാരാണെങ്കിൽ നേവിക്കാരെ തല്ലി തല്ലി കൊല്ലുകയാണ്. ടഷിക്കയാണെങ്കിൽ ആ വില്ലന്മാരെ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യും. ടാഷിക്ക് പിടികിട്ടും അവരെല്ലാവരും ഇതിനു മുൻപ് ജയിലിലുണ്ടായിരുന്ന പ്രിസണേഴ്സ് ആണ്. അവരെങ്ങനെ രക്ഷപ്പെട്ടു ഇവിടെ എത്തിയെന്ന് അവൾക്ക് യാതൊരു പിടിയുമില്ല. സ്മോക്കർ ആണെങ്കിൽ മറ്റൊരു കൺഫ്യൂഷനിലാണ്. അതിൽ പല പ്രിസണേഴ്സും 4 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടു പോയി എന്ന് റിപ്പോർട്ട് കിട്ടിയവരാണ്. അവരിൽ പലരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണുമ്പോൾ അവനത് വലിയ അത്ഭുതമായി തോന്നും. സ്മോക്കർ ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും, നമ്മൾ എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞാൽ മാത്രം മതി. സോ ആ ഗ്യാപ്പില് നമ്മുടെ ടീമിലുള്ള ബാക്കിയുള്ളവര് കപ്പലെടുത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി ഇൻഫർമേഷൻ പാസ് ചെയ്തോളും. കപ്പലാണെങ്കിൽ ഇപ്പൊ പതിയെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ യുദ്ധം അത് കൊടുമ്പിരി കൊള്ളുകയാണ്. മറ്റൊരു ലാബിലേക്ക് ഇപ്പൊ കോള് വരും. ആ കോൾ എടുക്കേണ്ട ആവശ്യമില്ല. G5 സോൾജിയേഴ്സ് അവർ മെയിൻ ഡോർ വഴി മുൻപിലേക്ക് വരികയാണ് എന്നാണ് അവർ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ക്യാഷ്വലായിട്ട് ഇരിക്കും. നമുക്ക് ടെക്സ്റ്റ് സബ്ജക്ട്സ് കൂടാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കും. അതേസമയം ആ ഡോർ തുറന്നവരാണെങ്കിൽ 2 വലിയ കണ്ണുകൾ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഉടനെ എന്തോ ഒരു സാധനം പുറത്തേക്ക് വന്ന് അവരെ ഓടിക്കാൻ തുടങ്ങും. അതിനെ കണ്ട് പേടിച്ച് അവരും ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അവരാണെങ്കിൽ പേടിച്ച് ഇപ്പൊ മാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യില്ല. മാസ്റ്റർ പ്ലീസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു വലിയ ഡോർ ഞങ്ങൾ തുറന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു സാധനം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നോണ്ടിരിക്കുകയാണ്. അവര് പേടിച്ച് തിരിഞ്ഞു നോക്കും. അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അതിൽ പെട്ടുപോയി. 2 പേര് മാത്രമാണ് ഇപ്പോഴും സർവൈവ് ചെയ്തിട്ടുള്ളത്. അവിടെ മുഴുവൻ ഒരു ലിക്വിഡ് പോലെ സ്പ്രെഡായി എല്ലാവരെയും കാർന്ന് തിന്നാണ്. അവർ 2 പേരും ഒരുപാട് ദൂരം ഓടി തളർന്നു. അവര് തിരിഞ്ഞു നോക്കും. സുനാമി പോലെ അതങ്ങനെ വന്നോണ്ടേയിരിക്കും. അതാണെങ്കിൽ ഇപ്പൊ ഒരു ഗ്യാസ് റിലീസ് ചെയ്ത് അവർ 2 പേരെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോഴായിരിക്കും ആ മാസ്റ്റർ പറയാ അതവന്റെ പെറ്റാണ്. അതിൻ്റെ അടുത്ത് നിന്ന് ആർക്ക് രക്ഷപ്പെടാനാവില്ല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഈ ഐലാൻഡ് വിട്ട് ഓടണം. ഒരുപാട് കാലത്തിന് ശേഷം ഞാനതിനെ റിലീസ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ദൂരെയുള്ള അവൻ്റെ പെറ്റിനെ നോക്കും. ആ ക്രൂരം പെറ്റാണെങ്കിൽ അവൻ കൊന്ന ആ 2 പേരെ അവരെ അങ്ങനെ തുറിച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.